നദുവിൻ്റെ സ്കൂളിലെ 10th കുട്ടികളെ ഗ്രാജുവേഷൻ്റെ ആയിരുന്നു കേട്ടോ ഒന്ന്. അവൾ 10th അല്ലെങ്കിലും അവളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും കാണാൻ ഗ്രാജുവേഷനിലും പങ്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജെയിൻ, സിഖ് ഈ മതസ്ഥരുടെ എല്ലാം പ്രാർത്ഥനകൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പം അത് ചൊല്ലിയത് എന്താണെന്ന് വെച്ചാൽ സൂറത്തുൽ ബഖറയിൽ കുറച്ച് ആയത്തും അതിൽ തന്നെ മീനിങ്സും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമായിരുന്നു. പ്രോഗ്രാംസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികളെ ഭരതനാട്യം, സിനിമാറ്റിക് ഡാൻസ്, അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ പ്രോഗ്രാമിൻ്റെ ലോഗോ ഉദ്ഘാടനം ചെയ്തത് സൂപ്പറായിരുന്നു കേട്ടോ. പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്ന വിശിഷ്ടാതിഥികളെ എല്ലാവരും ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ വക പ്രസംഗം ഉണ്ടായിരുന്നു. ചില പ്രസംഗമൊക്കെ നമുക്ക് ബോറടിച്ചു, പക്ഷേ ചില പ്രസംഗമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിയണവരെ അവിടെ ഇരിക്കണം. നന്ദുവിനാണെങ്കിൽ അവളെ പ്രോഗ്രാം കഴിഞ്ഞാൽ അമ്മ പോവല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു സ്വൈരം തരില്ല. പിന്നെ അന്നത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും 10th സ്റ്റുഡൻസ് അല്ലേ, അവരുടെ ഡ്രസ് കോഡും മേക്കപ്പും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് ദിവസത്തെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കും കുട്ടികളെല്ലാം പെർഫെക്റ്റ് ആയിട്ടായിരുന്നു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്.